നച്ചുവും മജുവും അപ്പവും കൂടി ശിവയുടെ കാറിൽ കയറി. ഓൾഡ് പീപ്പിൾസ് ഒന്നിച്ചു പൊയ്ക്കോ എന്നും പറഞ്ഞ് നച്ചു ബാക്കിയുള്ളവരെ അജയന്റെ കാറിൽ കയറാൻ പറഞ്ഞു. അപ്പൊ ഞാനോടി എന്നുള്ള അജയന്റെ ചോദ്യത്തിന് ഡ്രൈവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ എന്നായിരുന്നു മറുപടി. നന്ദനി നാൻസിയെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടിട്ട് ബാക്കിയുള്ളവരെ റെയിൽവേ സ്റ്റേഷനിലുമായിരുന്നു വിടേണ്ടത്. നാട്ടിലെ ട്രെയിനിൽ ഒന്ന് കയറണമെന്നുള്ള നച്ചുവിന്റെ ആഗ്രഹം കൊണ്ടായിരുന്നു അത്. നച്ചു, നിങ്ങൾക്കും കൂടി ഫ്ലൈറ്റിന് പോയാൽ പോരെ? ഇത് ട്രെയിൻ ആണെങ്കിൽ ഒരുപാട് സമയം എടുക്കില്ലേ അവിടെ എത്താൻ? ഇതൊക്കെ ഒരു രസമല്ലേ ശിവ? ട്രെയിനിൽ കയറി കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞാ മതി. നിങ്ങളുടെ അവിടെയുള്ള ട്രെയിനൊന്നും അല്ല ഇവിടെ. അതുകൊണ്ടല്ലേ ഒരു വട്ടം കയറണമെന്ന് എനിക്ക് ആഗ്രഹം. ഇനി ഞാനൊന്നും പറയുന്നില്ല, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. പിന്നീട് ഞാൻ പറഞ്ഞില്ലെന്ന് പറയരുതല്ലോ. വീട്ടിൽ നിന്ന് നേരെ എയർപോർട്ടിലേക്കാണ് പോയത്. പപ്പയും അമ്മയും പോകുന്നത് കണ്ടപ്പോ നച്ചുവിന് ചെറുതായി ഒരു സങ്കടം വന്നു. ശിവ അവളെ ഒന്ന് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കാമെന്ന് കരുതി അവളുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും അജു അവളെ തന്റെ കൈകൊണ്ട് നെഞ്ചിലേക്ക് ചേർത്തിരുന്നു. ഒരു നിമിഷം അവന് സന്തോഷവും ചെറിയൊരു വിഷമവും വന്നു. അവൾക്കൊരു സങ്കടം വന്നാൽ ചേർത്ത് നിർത്താൻ അജു എന്നും ഉണ്ടാകും എന്നുള്ളത് സന്തോഷമാണെങ്കിൽ തനിക്ക് അവളെ ഒന്ന് ചേർത്ത് നിർത്താൻ ഇനിയും ഒരുപാട് കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതായിരുന്നു വിഷമം. അവർ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറിയപ്പോൾ ബാക്കിയുള്ളവരൊക്കെ മടങ്ങി. ഇനി നേരെ റെയിൽവേ സ്റ്റേഷൻ അല്ലേ? ട്രെയിൻ വരാൻ സമയമായിട്ടൊന്നുമില്ല. വേറെ എവിടെയെങ്കിലും പോണോ? അതിന് ഇവിടെ ഒരു സ്ഥലത്തും ഞങ്ങളെ കൊണ്ട് കാണിച്ചില്ലല്ലോ നിങ്ങളാരും. നെക്സ്റ്റ് ടൈം വരുമ്പോ നമുക്ക് തിരുവനന്തപുരം മുഴുവൻ കാണാം. ഇപ്രാവശ്യം പൂജയുടെ കാര്യവും വേറെ കുറച്ച് കാര്യങ്ങളും ഒക്കെ തിരക്കിലായിരുന്നല്ലോ. ഇനി വരുമ്പോ ഇതുപോലെ വേഗം പോവാതെ കുറച്ചു നാളെങ്കിലും ഇവിടെ നിൽക്കാൻ റെഡിയായിട്ട് വരണ്ടാളും. അജുവിനോടും നച്ചുവിനോടുമായി ശിവ പറഞ്ഞു. സ്റ്റേഷനിൽ പോയി വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് കരുതി അവിടെ അടുത്തുള്ള ഫേമസ് ചർച്ചായ വെട്ടുകാട് പള്ളിയിൽ പോകാമെന്നുള്ള ശിവയുടെ അഭിപ്രായം എല്ലാവർക്കും ഓക്കെ ആയിരുന്നു. രാവിലെ ആയതുകൊണ്ട് പൊതുവെ ആൾക്കാർ കുറവായിരുന്നു. പള്ളിയിൽ നിന്നും നേരെ ബീച്ചിലേക്ക് പോകാൻ പറ്റുന്നതിന് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇതൊരു തീർത്ഥാടന കേന്ദ്രം എന്നുള്ളതിനേക്കാൾ ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ്. ജാതിമത ഭേദമന്യേ ആളുകൾ വർഷം മുഴുവൻ പ്രാർത്ഥനകൾ അർപ്പിക്കാൻ ഈ പള്ളിയിൽ വരാറുണ്ട്. ശിവ ഒരു ടൂറിസ്റ്റ് ഗൈഡിനെ പോലെ തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറയുന്നുണ്ട്. എല്ലാവരും പള്ളിയുടെ ഉള്ളിലും പുറത്തും ഒക്കെ നോക്കി നടന്നു. അപ്പോ അജു കുറച്ചു സമയം ഒന്നിച്ച് സ്പെൻഡ് ചെയ്തോട്ടെ എന്ന് കരുതി നച്ചു താൻ കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് പള്ളിയുടെ ഉള്ളിലിരുന്നു. ബാക്കിയുള്ളവരൊക്കെ പുറത്തേക്ക് പോയെങ്കിലും ശിവ അവളുടെ കൂടെ തന്നെ നിന്നു. എന്തേ അവരുടെ കൂടെ പോവാത്തത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒന്നും തോന്നരുത്. എന്താണ് ശിവദേവിന് അറിയേണ്ടത്? ഡേ, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കുമോ? പിന്നില്ലാതെ എന്റെ ചെവിക്ക് ഒരു കുഴപ്പമില്ല, നന്നായിട്ട് കേൾക്കും. ഓ, പുറത്തൊക്കെ ജനിച്ചു വളർന്നിട്ടൊന്നും ഒരു കാര്യമില്ല. മലയാളികളുടെ എല്ലാ വൃത്തികെട്ട സ്വഭാവങ്ങളും നിനക്കുണ്ടല്ലേ. ഞാനിപ്പൊ അതിനെന്താ ചെയ്തേ? അയ്യോ, കൂടുതൽ നിഷ്കുവല്ലേ മോളെ. ഞാൻ നിന്നേക്കാൾ കുറച്ചോണം കൂടുതലുണ്ടതാ. അതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നത്? ഓണം ആവാറായോ? നീ ഞാൻ പറയുന്നത് അനുസരിക്കോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഇഷ്ടമുണ്ടെങ്കിൽ മതി. അതല്ലേലും ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല. കാര്യം പറ, എന്നിട്ട് തീരുമാനിക്കാം അനുസരിക്കണോ വേണ്ടയോ എന്ന്. എന്നെ നിനക്ക് അപ്പു വിളിക്കും പോലെ ശിവേട്ടാന്ന് വിളിച്ചൂടെ? അപ്പുവിനെ പോലെയാണോ ഞാൻ? അങ്ങനെയാണെന്നല്ല, മുതിർന്നവർ ആയതുകൊണ്ട് ബഹുമാനിക്കണമെന്നാണോ ഇയാൾ ഉദ്ദേശിച്ചത്? അങ്ങനെയൊന്നും അല്ലടാ. എന്തോ നീ ഏട്ടാന്ന് വിളിച്ചു കേൾക്കാൻ ഒരാഗ്രഹം. എന്തൊക്കെ മോഡേൺ ആണെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങളിൽ മലയാളികൾ ടിപ്പിക്കൽ മലയാളി തന്നെയാകും അല്ലേ? തന്റെ കാമുകിയും ഭാര്യയും ഒക്കെ തന്നെ ഏട്ടാന്ന് വിളിക്കാനാണ് ഭൂരിഭാഗമുള്ള മലയാളി ചിക്കന്മാർക്കും ഇഷ്ടം. അങ്ങനെ അല്ലാത്തവരും ഉണ്ട്. നിനക്ക് ഈ മലയാളികളെ വല്ലാത്തൊരു പുച്ഛമാണല്ലേ? പലപ്പോഴും നീ എന്ത് പറയുമ്പോഴും ഒരു കളിയാക്കൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കുഴപ്പം. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് നിങ്ങളെ കളിയാക്കിയതായിട്ടേ തോന്നും. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞ ശിവയ്ക്ക് തന്നെ കളിയാക്കിയതായിട്ട് തോന്നിയില്ലേ? ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, നീ ഒന്നും കേട്ടിട്ടുമില്ല. നിനക്ക് തോന്നുന്നത് പോലെ നീ വിളിച്ചോ. അതെ, ദേഷ്യം വന്നോ? പിന്നില്ലാതെ ആർക്കായാലും ദേഷ്യമല്ലേ. ഞാൻ എന്റെ ഒരു ആഗ്രഹമല്ലേ പറഞ്ഞോളൂ. അതും നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. അതിന് നീ എന്തൊക്കെ പറഞ്ഞു? ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങളല്ലേ പറഞ്ഞത്. മോൾ എനിക്കിട്ടൊന്ന് ആക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിന്നെയൊക്കെ കുറിച്ച് ഓണം കൂടുതൽ ഉണ്ടതാണെന്ന്. അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലാകാതിരിക്കുവോ? ആദ്യം എന്താ ചോദിക്കാൻ വന്നത്? അതിനിടെ നീ ഓരോന്നൊക്കെ പറഞ്ഞ് ഞാനത് മറന്നു. അതൊക്കെ വിട്ടുകള, എന്നിട്ട് ചോദിക്കേ. നിന്റെ പപ്പ ഹിന്ദു, മമ്മ ക്രിസ്ത്യാനോ ആണല്ലോ. അല്ല, നീ പള്ളിയിൽ വന്നിട്ട് പ്രാർത്ഥിക്കുന്നൊന്നും കണ്ടില്ല. അതാ എനിക്കൊരു... സത്യത്തിൽ ഞാനൊരു മതത്തിലും വിശ്വസിക്കുന്നില്ല. പപ്പയും അമ്മയും എന്നെ ഒന്നിനും ഇതുവരെ നിർബന്ധിച്ചിട്ടുമില്ല. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ എന്നാ ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പപ്പയുടെ കൂടെ അമ്പലത്തിൽ പോവാറുണ്ട്, മമ്മയുടെ കൂടെ പള്ളിയിലും പോകാറുണ്ട്. ബട്ട് അധികം പ്രാർത്ഥിക്കാറൊന്നുമില്ല. എന്തെങ്കിലും കാര്യത്തിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഞാനും അജു ഇതുപോലെ പള്ളിയിൽ പോയി കുറച്ച് സമയം ഇരിക്കും. ശിവ ഇതുവരെ ചർച്ചിൽ പോയി ഇതുപോലെ ഇരുന്നിട്ടുണ്ടോ? ഇല്ല. എന്ത് ചോദിക്കാൻ? ഇതിപ്പോ ഇങ്ങനെ ഒരു ഫേമസ് ആയ ചർച്ച ആയതുകൊണ്ടാണ് ആൾക്കാരും ബഹളവും ഒക്കെ. പൊതുവെ സാധാരണ ചർച്ചിൽ പ്രാർത്ഥനകൾ ഇല്ലാത്ത സമയങ്ങളിൽ ഭയങ്കര ശാന്തമായ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും.
എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അവിടെ കണ്ണുകൾ അടച്ച് ആരുടെയും ശല്യമില്ലാതെ കുറച്ച് സമയം ഇരുന്ന ഏതൊരാൾക്കും ഒരുപാട് സമാധാനം കിട്ടുന്ന പോലെ തോന്നും. എനിക്കൊരു കാര്യത്തിൽ ക്രിസ്ത്യൻ മതത്തോട് ബഹുമാനമുണ്ട്. അവരുടെ ആരാധനാലയങ്ങളാണല്ലോ ചർച്ച്. എന്നാൽ അവിടെ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാർക്കും കയറാം. ഇങ്ങനെ അല്ലാത്ത ചർച്ച ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഞാനിതുവരെ കേട്ടിട്ടില്ല. പക്ഷെ മറ്റു മതങ്ങളുടെ ആരാധനാലയങ്ങളിൽ പൊതുവെ വേറെ മതത്തിൽപ്പെട്ടവരെ കയറാൻ അനുവദിക്കുന്നത് കുറവാണ്. ഈ പറഞ്ഞാലും ചില സ്ഥലങ്ങളിലൊക്കെ മതങ്ങളുടെ വേർതിരിവില്ലാത്തതുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ മറ്റുള്ള മതങ്ങളൊക്കെ തെറ്റാണെന്ന് തോന്നുന്നത്? എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു കാര്യമില്ല. എല്ലാ മതങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ വിശ്വാസങ്ങളെ പിന്തുടരുന്നില്ല എന്ന് മാത്രം. ഞാൻ ഈ പറഞ്ഞതൊക്കെ എനിക്ക് തോന്നിയതാണ് കേട്ടോ. അല്ലാതെ ഇതൊക്കെ എല്ലാവർക്കും ശരിയായി തോന്നണം എന്നൊന്നുമില്ല. എന്നോട് ചോദിക്കേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ നീ പറഞ്ഞ പലതും ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ്. ഞാൻ മാത്രമല്ല, പൊതുവെ അധികം ആൾക്കാരും ഇങ്ങനെയൊന്നും ചിന്തിച്ചു കാണില്ല. അല്ല, നമുക്ക് പോണ്ട ട്രെയിൻ മിക്കവാറും അതിന്റെ സമയത്ത് പോയി കാണും. അത് മോൾക്ക് ഇന്ത്യൻ റെയിൽവേ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. 10 മണിക്ക് വരേണ്ട ട്രെയിൻ 12 മണിക്കെങ്കിലും വന്ന ഭാഗ്യം. അതാണ് അവസ്ഥ. അവർ രണ്ടുപേരും കൂടി പള്ളിയിൽ നിന്നും ഇറങ്ങി. എല്ലാവരും എവിടെ പോയി? കാണുന്നില്ലല്ലോ. നീ അല്ലേ അവർ കുറച്ച് സമയം ഒന്നിച്ച് സ്പെൻഡ് ചെയ്യട്ടെ എന്നും പറഞ്ഞു വിട്ടത്? മിക്കവാറും അത് രണ്ടെണ്ണം കൂടി എവിടെയെങ്കിലും ഇരുന്ന് പ്രേമിക്കുന്നുണ്ടാവും. ശിവയ്ക്ക് അവരോട് അസൂയ ഒട്ടുമില്ലല്ലേ? ഓ, നമുക്ക് അതിനുള്ള യോഗ ഇപ്പോഴൊന്നും ഉണ്ടാവുമെന്ന് തോന്നില്ലേ? എന്തെങ്കിലും പറഞ്ഞ എന്നെ എങ്ങനെ കളിയാക്കാന്ന് റിസർച്ച് നടത്തുന്ന ഒന്നിനോടാണല്ലോ ദൈവം എനിക്ക് ആദ്യമായിട്ട് പ്രേമം തോന്നിയത്. ശിവയുടെ സംസാരം കേട്ടപ്പോ നച്ചുന് ശരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു. എന്നാൽ ചിരിച്ച വീണ്ടും കളിയാക്കിയെന്ന് ശിവ പറയും എന്ന് ഉറപ്പാണ്. പൊട്ടി വന്ന ചിരി അവൻ കാണാതിരിക്കാൻ ശ്രമിച്ചു. അവളുടെ കഷ്ടകാലത്തിന് എന്തോ പറയാൻ നച്ചുവിനെ നോക്കിയ ശിവ അത് നല്ലോണം കണ്ടു. അവൾ എന്തോ പറയാൻ വന്നപ്പോഴേക്കും അച്ഛനും അമ്മയും ഒക്കെ അവരുടെ അടുത്തേക്ക് വന്നു. ശിവയാണെങ്കിൽ മുഖവും വീർപ്പിച്ച് കുഞ്ഞുകുട്ടികൾ പിണങ്ങിയതുപോലെ നിൽപ്പുണ്ട്. ഇവൻ ഇതെന്ത് പറ്റി നക്ഷത്ര? നീ എന്തോ ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെ ഒരു... ഞാൻ ചുമ്മാ ഓരോന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ചതാ. ശിവ വേഗം വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. ഇനി അവനെ ഒന്ന് സെറ്റാക്കാൻ മോൾ കുറച്ച് കഷ്ടപ്പെടും. എന്തേ? അവന് ദേഷ്യം വന്നാലോ എന്തേലും കാര്യത്തിന് പിണക്കം തോന്നിയാലോ പിന്നെ പഴയതുപോലെ ആകാൻ കുറച്ച് പണിയാണ് മോളെ. അത് മറ്റുള്ളവർക്ക്, എനിക്കതൊക്കെ ഈസി അല്ലേ. മോൾ വീണ്ടും കയറി ചൊറിയാൻ നിൽക്കണ്ട. അവൻ കയറി മാതാ നല്ല ചാൻസ് ഉണ്ട്. എന്നോട് ശിവ അങ്ങനെയൊന്നും ചെയ്യില്ല. ആ വിശ്വാസം അതാണല്ലോ എല്ലാം. അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയും. എനിക്ക് അതേ പറയാനുള്ളൂ. ഇനിയിപ്പൊ അജയേട്ടൻ പറഞ്ഞ പോലെ എനിക്കിട്ട് വല്ലത് കിട്ടുമോ? എന്തേലും ഒരു ഐഡിയ ചോദിക്കാനാണെങ്കിൽ അജുവിനെയും അപ്പുനെയും കാണുന്നുമില്ല. രണ്ടും കൂടി എവിടേക്കെങ്കിലും പോയോ? അമ്മേ, അജു എവിടെ? രണ്ടും കൂടി തിരയെണ്ണി ഇരിക്കുന്നത് കണ്ടല്ലോ. ഇനി എണ്ണി കഴിഞ്ഞില്ലേ ആവോ? അമ്മയോട് ചോദിച്ചാ എന്നെ പറഞ്ഞാ മതി. അച്ചു, നീ ഇതെന്താ ഒറ്റയ്ക്ക് നടക്കുന്ന? ബാക്കിയുള്ളവരൊക്കെ എവിടെ? ഓ, വന്നോ ലവേഴ്സ്? എന്തേ, കുറച്ചുകൂടി കഴിഞ്ഞു വന്നാ മതിയായിരുന്നല്ലോ. നിനക്കിത് എന്തു പറ്റി? ഇനി എന്ത് പറ്റാൻ, എല്ലാം കയ്യിന്ന് പോയി. ശിവയെ കളിയാക്കിയതും അവൻ പിണങ്ങിപ്പോയതും രണ്ടാളോടും നച്ചു പറഞ്ഞു. അതാണ് കാര്യമെങ്കിൽ നച്ചു ചേച്ചി കുറച്ച് പാടുപെടും. ശിവേട്ടൻ പിണങ്ങി പിന്നെ ഇണങ്ങാൻ കുറച്ച് കഷ്ടപ്പാടാണ്. അജയേട്ടന് ഇത് തന്നെയാ പറഞ്ഞത്. അതാ ഞാൻ നിങ്ങളോട് ഐഡിയ എന്തെങ്കിലും ചോദിക്കാന്ന് കരുതിയത്. അപ്പോനറിയാലോ എപ്പോഴും ഇങ്ങനെ പിണങ്ങി എന്താ ചെയ്യേണ്ടതെന്ന്. അതിന് എന്നോട് ഇതുവരെ പിണങ്ങാനുള്ള സിറ്റുവേഷൻ ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എന്നെ ഒന്ന് സഹായിക്കേണ്ട അപ്പുക്കുട്ടാ. ചേച്ചി, എന്നെ അങ്ങനെ വിളിക്കരുത്. ഇതിപ്പോ നിനക്കെന്തിനാ ദേഷ്യം? അവൾക്ക് അങ്ങനെ വിളിക്കുമ്പോ കളിയാക്കുന്നത് പോലെ തോന്നുന്നാ പറയുന്നത്. അതെന്താ അങ്ങനെ തോന്നാൻ? നിങ്ങൾ മലയാള സിനിമകളൊന്നും കാണാറില്ലേ? അതും ഇതും തമ്മിൽ എന്ത് ബന്ധം? മലയാളം മൂവീസ് കാണുന്ന ആർക്കും അപ്പുക്കുട്ടൻ എന്ന ജഗദീഷിന്റെ കോമഡി ക്യാരക്ടറിനെ അറിയാതിരിക്കില്ല. അതൊന്നും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു മിനിറ്റ്. അപ്പു വേഗം ഫോണിൽ അവൾ പറഞ്ഞ അപ്പുക്കുട്ടന്റെ ഫേമസ് കോമഡി വീഡിയോസ് എടുത്ത് രണ്ടാൾക്കും കാണിച്ചു കൊടുത്തു. രണ്ടാള് സീരിയസ് ആയി കാണുന്നത് കണ്ട് അപ്പുവിന് സംശയമായി. ഇവർക്കിതിനി മനസ്സിലാവാഞ്ഞിട്ടാണോ? ഈ കോമഡിയൊക്കെ കണ്ടും ചിരിക്കാത്ത ആൾക്കാരുണ്ടാവുമോ? അപ്പു ഇതൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഒരു പൊട്ടിച്ചിരി കേട്ടത്. നോക്കുമ്പോൾ ഇത്രയും സമയം സീരിയസ് ആയി കണ്ടുകൊണ്ടിരുന്ന രണ്ടെണ്ണം നിലത്തിരുന്ന് ചിരിക്കുന്നുണ്ട്. ഓ, ഇപ്പോഴാ മനുഷ്യന് സമാധാനമായത്. അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം ഇവരുടെ കൂടെ മലയാള സിനിമ കാണുമ്പോൾ രണ്ടെണ്ണവും പൊട്ടനെ പോലെ ഇരിക്കുന്നത് കാണേണ്ടി വരുമെന്ന് ഞാൻ ഒരു നിമിഷം ഒന്ന് പേടിച്ചു. ഇനി ഞാൻ നിന്നെ അപ്പുകുട്ടാന്ന് വിളിക്കില്ല മോളെ. ഇതൊക്കെ കണ്ട ആർക്കായാലും ആ വിളി കേൾക്കുമ്പോൾ ഒരു നിമിഷം ഇതൊക്കെ ഓർമ്മ വന്നില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. ഒരു വട്ടം കണ്ട ഞങ്ങൾക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ കുറെ ടൈംസ് കണ്ട നിന്റെയൊക്കെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. അജു, നമുക്കിനി ഇതുപോലെയുള്ള മലയാളം മൂവീസ് ഒക്കെ കാണാം അല്ലേ? നിങ്ങളപ്പോ ഇത്രയും നാൾ ഏത് മൂവീസാണ് കാണുന്നത്? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇന്നതെന്നൊന്നുമില്ല. ഇംഗ്ലീഷ് സബ്ടൈറ്റിൽസ് ഉണ്ടെങ്കിൽ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും കാണാം. അതൊക്കെ വിട്. ഇപ്പൊ ശിവേട്ടനെ എങ്ങനെ സെറ്റാക്കാം എന്നുള്ളതിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറ. എനിക്കൊന്ന് ആലോചിക്കാനുള്ള സമയം താ. കുറച്ചു നേരം അപ്പു തല പുകഞ്ഞ് ആലോചിക്കുന്ന കണ്ട് ബാക്കി രണ്ടെണ്ണത്തിന് ചിരി വന്നു. ഇടയ്ക്ക് തലയെ കൈവച്ച് എന്തോ ആലോചിക്കുന്നു. പിന്നെ അത് വേണ്ടെന്നുള്ള രീതി തല ഒന്ന് കുടയും. പിന്നെ ഇത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നു. അജു, ഇവളിത് എന്തൊക്കെയാ കാണിക്കുന്നത്? എന്തെങ്ങാനും വല്ലത് നടക്കോ? നീ ഒന്ന് മിണ്ടായിരിക്കും എന്റെ നച്ചു.
ഇനി ഇവളെയും കളിയാക്കിയെന്നും പറഞ്ഞ് ഏട്ടന്റെ കൂടെ അനിയത്തിയും പിണങ്ങി പോകും. യെസ്, ഒരു ഐഡിയ ഉണ്ട്. ബട്ട് ചേച്ചിയെ കൊണ്ട് അതിന് പറ്റുമോ എന്നുള്ളതാണ് എനിക്കൊരു സംശയം. നീ എന്നെ അങ്ങനെ പുച്ഛിക്കല്ലേ മോളെ, നിനക്കെന്നെ ശരിക്കും അറിയാഞ്ഞിട്ടാ അല്ലേ അജു? പിന്നല്ലാതെ അച്ചു വിചാരിച്ച് നടക്കാത്ത കാര്യമില്ല. ഡാ, നീ ഇതിനിടയിൽ കൂടി എനിക്കിട്ട് വെക്കാതെ. ഞാൻ എങ്ങനെയെങ്കിലും ഇതൊന്ന് സോൾവ് ആക്കട്ടെ. നീ കാര്യം പറ അപ്പു. ശിവേട്ട ഒരുപാട് ആഗ്രഹിക്കുന്ന എന്തേലും ഒരു കാര്യം ചേച്ചി ചെയ്താൽ മതി. അപ്പൊ ആർക്കായാലും സന്തോഷാവില്ലേ? പിന്നെ പിണങ്ങി നിൽക്കാനൊന്നും തോന്നില്ല. ഇത് നല്ലൊരു ഐഡിയ ആണ്. ബട്ട് ശിവ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യം. അപ്പോഴാണ് നച്ചുവിന് തന്നോട് ശിവ പറഞ്ഞൊരു ആഗ്രഹം ഓർമ്മ വന്നത്. അത് പറഞ്ഞാണല്ലോ താൻ ആദ്യം അവനെ കളിയാക്കിയതും. രണ്ടാളും അവര് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാകും. ചേച്ചി, ആഗ്രഹം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. അതൊന്നും നിങ്ങളോട് പറയാൻ പറ്റില്ല. കാര്യം കഴിഞ്ഞപ്പോ ഞങ്ങൾ കറിവേപ്പിലാക്കി അല്ലേ? ഞാൻ അങ്ങനെ ചെയ്യോ? ഇപ്പൊ പിന്നെ ചെയ്യുന്നതോ? ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. വിജയിച്ചാ നിങ്ങളോട് പറയാം. അതുപോരെ? പറഞ്ഞാ മതി. അവര് നടന്നെത്തുമ്പോഴേക്കും എല്ലാവരും വണ്ടി കയറി ഇരിപ്പുണ്ട്. മൂന്നാള് വേഗം ശിവയുടെ കൂടെ കയറി. മുഖം ഇപ്പോഴും അങ്ങനെ തന്നെ പിടിച്ചിരിക്കുന്ന ശിവയെ നച്ചു മെല്ലെ ഒന്ന് നോക്കി. കലിപ്പന്റെ ലുക്കും കൊച്ചു പിള്ളേരുടെ മനസ്സും. ഇതിനെ കണ്ട ആർക്കെങ്കിലും തോന്നൂ ഇങ്ങനെയുള്ള എക്സ്പ്രഷനൊക്കെ ഈ മുഖത്ത് വരുമെന്ന്? അജു ഫുഡ് കഴിച്ചിട്ട് സ്റ്റേഷനിൽ പോകാം അല്ലേ? വെറുതെ ട്രെയിനിൽ നിന്ന് ഫുഡ് കഴിക്കാൻ നിൽക്കണ്ട. ചിലപ്പോ ഒക്കെ മോശമായിരിക്കും ഫുഡ്. ഇനിയിപ്പോ ഇവിടെ ആർക്കെങ്കിലും ട്രെയിനിലെ ഫുഡ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ചെയ്തോ. ഇത് എനിക്കിട്ടാണല്ലോ അജു. നീ ഒന്നും മിണ്ടാതെ നിന്നാ മതി. ഇപ്പൊ ഉള്ള പിണക്കം മാറ്റി കഴിഞ്ഞ് അടുത്തത് നോക്കാം. എങ്കിൽ അങ്ങനെ ചെയ്യാം ശിവ. അച്ഛനോട് പറഞ്ഞിരുന്നോ? ഇല്ല, നിങ്ങളുടെ അഭിപ്രായം നോക്കിയിട്ട് അതുപോലെ ചെയ്യാന്നാ അച്ഛനോട് ഞാൻ പറഞ്ഞത്. അവനെ ഒന്ന് വിളിച്ചു പറയാം. സ്റ്റേഷനടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഇടയ്ക്ക് ട്രെയിനിൽ നിന്ന് കഴിക്കാൻ കുറച്ച് ഫുഡ് പാഴ്സലും വാങ്ങി. ശിവ ആണെങ്കിൽ നച്ചുവിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇങ്ങനെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടിയാലല്ലേ ഐഡിയ വർക്കൗട്ട് ആകുമോ എന്ന് നോക്കാൻ പറ്റൂ. പൈസ ഒക്കെ കൊടുത്ത് ഇറങ്ങാനായപ്പോഴാണ് നച്ചുവിന് ശിവയെ ഒറ്റയ്ക്കൊന്ന് കിട്ടാനുള്ള മാർഗം കിട്ടിയത്. അജു, നിങ്ങൾ എല്ലാരും നടന്നോ? ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. നിനക്ക് പരിചയമില്ലാത്ത സ്ഥലമല്ലേ? അതിനെന്താ, ശിവ എന്റെ കൂടെ വരില്ലേ? അച്ഛനും അമ്മയും ഒക്കെ ഉള്ളത് കൊണ്ട് അവനൊന്നും പറയില്ലെന്നുള്ള നച്ചുവിന്റെ കണക്കുകൂട്ടൽ ശരിയായി. നിങ്ങൾ എന്നാ വണ്ടി കയറിയിരുന്നോ? ഞാൻ നക്ഷത്രയുടെ കൂടെ പോയിട്ട് വരാം. ശിവ മുമ്പിൽ നടന്നപ്പോ അപ്പു അജു നച്ചുവിന് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു പോയി. അജുവേട്ടാ, വല്ലതും നടക്കുമോ? അവൾ എങ്ങനെയെങ്കിലും അവന്റെ പിണക്കം മാറ്റിയിട്ടേ വരും. വാ, നമുക്ക് വണ്ടിയിലിരിക്കാം. ലേഡീസ് വാഷ്റൂമിന്റെ കുറച്ച് മാറി ശിവ ഒന്നും മിണ്ടാതെ നിന്നു. നച്ചു വേഗം പോയി വന്ന് കൈ വാഷ് ചെയ്യുന്നത് പോലെ കുറച്ച് സമയം അവിടെ തന്നെ നിന്നു. നീ വരുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോവും. അതും പറഞ്ഞ് ശിവ തിരിഞ്ഞു നടന്നു. നച്ചു ഒരു നിമിഷം ആലോചിച്ച് ശിവയെ ഉച്ചത്ത് വിളിച്ചു. ദേവേട്ടാ. സ്പീഡിൽ നടന്നുകൊണ്ടിരുന്ന ശിവ പിടിച്ചു കിട്ടിയതുപോലെ നിന്നു. എന്നാൽ അവൻ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് നച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ നിന്നു. ശിവയാണെങ്കിൽ അവിടെ നിന്ന് മുന്നോട്ട് നടക്കാതെ അവളെ കാത്തു നിന്നു. അത് കണ്ട് നച്ചു വേഗം നടന്ന് അവന്റെ അടുത്ത് വന്നു. അവളെ കണ്ടപ്പോ അവൻ മുഖത്തുണ്ടായിരുന്ന ചിരി മറച്ച് വീണ്ടും പഴയതുപോലെ ആക്കി. ദേവേട്ടാ, ഇനി എന്നോട് ദേഷ്യവും പിണക്കവും മാറിയില്ലേ? ഇനിയും മിണ്ടിയില്ലെങ്കിൽ ഞാൻ പഴയതുപോലെ ശിവ എന്ന് വിളിക്കും. ഇനി പഴയതുപോലെ വിളിച്ച മോൾ വിവരം അറിയും. എന്ത് ചെയ്യൂ എന്നെ? വലുതായിട്ടൊന്നും ചെയ്യില്ല. ഐ വിൽ കിസ് യു അറ്റ് ദാറ്റ് മൊമെന്റ്. ഡു യു വാണ്ട് ടു സ്കേ മീ? അത് നിനക്കെന്നെ ശരിക്കും അറിയാനിട്ടാ. ഞാൻ വെറുതെ ഒന്നും പറയാറില്ല. എന്തെങ്കിലും കാര്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തിരിക്കും. അതുകൊണ്ട് പൊന്നുമോൾ ഇനി ദേവേട്ടെന്ന് മാത്രമേ വിളിക്കാവൂ. നീയായിട്ട് വിളിച്ചതാണ്. സോ ഇനി മാറ്റമൊന്നും പറ്റില്ല. എന്നാലും നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ ഒരു പേര്? നിനക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയോ? അതെന്തിനാ ഇപ്പൊ ചോദിക്കുന്നേ? അല്ല, അപ്പൊ കുറെ കഥകളൊക്കെ വായിക്കുന്നത് കാണാം. അതിലൊക്കെ മിക്കവാറും ഹീറോയുടെ പേര് ദേവേട്ട എന്ന് കാണാറുണ്ട്. അത് ശിവ എങ്ങനെ കണ്ടു? ഡി, നീ ഇപ്പൊ എന്താ വിളിച്ചേ? ശീലമായി പോയില്ലേ? പെട്ടെന്നൊരു ദിവസം മാറ്റാൻ പറഞ്ഞാൽ പറ്റില്ല. ഇനി വിളിച്ച ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? ദേ ശിവ, നീ അതൊക്കെ ചുമ്മാ പറഞ്ഞതല്ലേ. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശിവ ചുറ്റും ഒന്ന് നോക്കി. ലേഡീസ് വാഷ്റൂം ഹോട്ടലിന്റെ സൈഡ് ആയതിനാൽ വേറെ ആരും അടുത്തെങ്ങുമില്ല. നച്ചു ആണെങ്കിൽ ഇവൻ പറഞ്ഞ പോലെ ചെയ്യുമോ എന്നുള്ള ടെൻഷനിലാണ്. ശിവ ഒറ്റ വലിക്ക് നച്ചുവിനെ തന്നോട് ചേർത്ത് ചുണ്ടിലൊന്ന് കിസ് ചെയ്ത് വിട്ടു. ഇതൊരു സാമ്പിളാണ്. ഇനി ആവർത്തിച്ച ബാക്കി ഞാൻ പറയണ്ടല്ലോ. നച്ചു ആണെങ്കിൽ ഷോക്ക് അടിച്ചതുപോലെ ഒരു നിൽപ്പാണ്. ശിവ പറഞ്ഞതൊന്നും കേട്ടത് പോലുമില്ല. ഇവളുടെ ബോധം എങ്ങാനും പോയോ? ഡി നച്ചു, വാ പോവാം. ശിവ അവളുടെ കൈ പിടിച്ച് നടന്നു. കുഞ്ഞുകുട്ടിയെ അച്ഛൻ കൈ പിടിച്ചുകൊണ്ട് വരുന്നത് പോലെ നച്ചുവിനെയും കൊണ്ടുവരുന്ന ശിവയെ അവരൊക്കെ കണ്ണു മിഴിച്ചു നോക്കി. ഇവൾക്കിത് എന്തു പറ്റി ശിവ? നേരത്തെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. നിനക്ക് വയ്യ മോളെ എന്നും പറഞ്ഞ് സീത തലയിലും മുഖത്തും ഒക്കെ തലോടുന്നുണ്ട്. ശിവയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല. ജസ്റ്റ് അവളെ ഒന്ന് കളിപ്പിക്കാം എന്ന് കരുതി ചെയ്തതാണ്. ഇതിപ്പോ ഇവളായിട്ട് എല്ലാവരും അറിയിക്കുമെന്നാ തോന്നുന്നത്. പുറത്തൊക്കെ ജീവിച്ചുകൊണ്ട് ഇതൊക്കെ ആ ഒരു സെൻസിലെടുക്കുമെന്ന് കരുതിയതാണ് എല്ലാത്തിനും കാരണം. അജുവിനോട് നടന്നൊക്കെ പറയാം. അവനെന്തേലും പറഞ്ഞ് അവൾ ഓക്കെ ആകും എന്ന് കരുതി അവനെ നോക്കുമ്പോ കാണുന്നത് നച്ചുവിനെ നോക്കി എന്തൊക്കെയോ കണ്ണുകൊണ്ട് ആക്ഷൻസ് കാണിക്കുന്നതാണ്. ഇവൻ അതിനിടയിൽ എന്താ ചെയ്യുന്നത്? മെല്ലെ ഒന്നും അറിയാത്ത പോലെ നച്ചുവിനെ നോക്കിയ ശിവയുടെ ബാല്യവും കൗമാരവും പകച്ചുപോയി. അമ്മയുടെ തോളിൽ കിടന്നുകൊണ്ട് അജുവിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്.
അവൾ തിരിഞ്ഞു നിൽക്കുന്നതിന് ആർക്കും മുഖം കാണാൻ പറ്റുന്നില്ലായിരുന്നു. ശിവയടക്കം ബാക്കിയുള്ളവർ കാണുമ്പോൾ തോന്നുന്നത് അവൾ എന്തോ വിഷമിച്ചിരിക്കുകയാണെന്നാണ്. എന്റെ ദൈവമേ, ഇതിന്റെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും? തലയിലുള്ളത് മൊത്തം കുരുട്ടുബുദ്ധിയാണെന്നാ തോന്നുന്നത്. അതും വെച്ച് എങ്ങനെ എനിക്കിട്ട് പണിയ എന്നുള്ള ഫുൾ ടൈം ചിന്ത. ഇവളെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലൈഫ് മൊത്തം എനിക്കിട്ടുള്ള പണിയായിരിക്കും എന്നാ തോന്നുന്നത്. നിന്നെ എന്റെ കയ്യിലൊന്ന് കിട്ടിക്കോട്ടെ മോളെ, ഇതിനൊക്കെ ഞാൻ നിനക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പണികൾ തരുന്നുണ്ട്. പെട്ടെന്ന് ശിവ കിസ് ചെയ്തപ്പോൾ ആകെ ഒരു ഷോക്കായിരുന്നു. എന്നാൽ അതിനുശേഷം പറഞ്ഞത് കേട്ടപ്പോൾ ബാക്കിയുള്ള ഞെട്ടൽ കൂടി പൂർത്തിയായി. അവിടുന്ന് രക്ഷപ്പെടാൻ എങ്ങനെ ആക്ട് ചെയ്യുക എന്നല്ലാതെ വേറൊരു മാർഗം അപ്പോ തോന്നിയില്ല. എന്നാൽ ശിവ കൈ പിടിച്ചുകൊണ്ട് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. അത് കണ്ട് ബാക്കിയുള്ളവരുടെ ചോദ്യം കൂടി ആയപ്പോ പൂർത്തിയായി. ഇനി ഒന്നും അറിയാത്തതുപോലെ നിൽക്കാം, അതാണ് തനിക്ക് സേഫ്. ട്രെയിനിന് സമയമായതുകൊണ്ട് വേഗം സ്റ്റേഷനിലേക്ക് വന്നു. ഞങ്ങൾ 4 ആളും കയറിയിരുന്നു. അപ്പോ അജയേട്ടനും എല്ലാവരോടും ബൈയൊക്കെ പറഞ്ഞ് ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങി. ശിവ മാത്രം എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഇവൻ എന്താ ഇങ്ങനെ നോക്കുന്നത്? നേരത്തെ ഞാൻ ആക്ട് ചെയ്തതാണെന്നും മനസ്സിലായി കാണുമോ? അതിനൊരു സാധ്യതയില്ല. ശിവ പെട്ടെന്ന് നച്ചുവിനെ ഒന്ന് ഹഗ് ചെയ്തു. ദേവേട്ടന്റെ നച്ചുക്കുട്ടിയുടെ ആക്ടിംഗ് ഒക്കെ വളരെ നന്നായിരുന്നു. കുറച്ച് സമയത്തേക്കെങ്കിലും നീ എന്നെ നന്നായിട്ടൊന്ന് പേടിപ്പിച്ചു. അതിന് ഞാനൊരു സമ്മാനം തരുന്നുണ്ട്. ഒരിക്കലും മോൾക്ക് മറക്കാൻ പറ്റാത്തൊരു സമ്മാനം. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവളുടെ ചെവി ചെറുതായി ഒന്ന് കടിച്ചു. പതിയെ നാവ് കൊണ്ട് ലിക്ക് ചെയ്തു.